അങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം അങ്ങോട്ട് മാറിക്കിട്ടി. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കണ്ട എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഞാൻ ചിന്തിച്ചപ്പോഴേ, ഒരു കുഞ്ഞിൻ്റെ ഒറ്റപ്പെടൽ കാരണം അവൻ്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോയി. അവൻ്റെ ടീനേജ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, ഓരോരുത്തരിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് നിന്റെ അമ്മ, ഇത് നിന്റെ അമ്മ. അവൻ പ്രതീക്ഷയോടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരൊക്കെ അവനെ മാറ്റി നിർത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള സന്തോഷമോ സങ്കടമോ ഒന്നും അവന് എക്സ്പ്രസ് ചെയ്യാൻ ആരും ഇല്ലാണ്ടായി പോയതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് എല്ലാവർക്കും അവൻ്റെ വീഡിയോ കണ്ട് മനസ്സിലായി. പലപ്പോഴും അവന് വിങ്ങിപ്പൊട്ടേണ്ട കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ. പക്ഷെ അതവന് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അവൻ പറയും, എനിക്കറിയില്ല, ഉള്ളിലുണ്ട്, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്നിട്ട് അവൻ അതിനെ ഉള്ളിലങ്ങ് അടക്കുകയാണോ അറിയില്ല. അവൻ സ്വയമേ അതിനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പോലെ തോന്നി. അവൻ്റെ വ്യക്തിത്വം പോലും മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം എന്ന് പറഞ്ഞാലേ, രേണുസുധിക്ക് റിതപ്പൻ കിച്ചു എന്നായിരുന്നു. എസ്പെഷ്യലി ബിഗ് ബോസിൽ പുള്ളിക്കാരത്തേക്ക് സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കിച്ചുവേ എന്നൊക്കെ എന്നെ വിളിച്ചു പോയി വിളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, റിതപ്പൻ, അതായത് രേണുസുധിയുടെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ കിച്ചുവിനോടൊരു സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടായല്ലോ, എന്നിട്ടും ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, രേണുസുധിയും കിച്ചുവും. പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം മുതലാണ് എനിക്ക് സംശയം വന്നു തുടങ്ങിയത്. ബിക്കോസ് ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ എൻ്റെ കിച്ചുവേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ രേണുസുധി ഒട്ടും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കിച്ചുവിനോട് ആ കിച്ചുവിൻ്റെ ചാനലിൽ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ എന്നുള്ളൊരു വീഡിയോ വന്നപ്പോൾ കണ്ടത്. അതായത് തികച്ചും ഒരു അയൽവക്കക്കാരിയായിട്ടുള്ള സ്ത്രീ കാണിക്കുന്നൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും കിച്ചുവിനോട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. തികച്ചും ഒരു സെലിബ്രിറ്റി വന്ന് ഒരു കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണോ, അതായത് പുള്ളിക്കാരത്തി മാറി നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ബിഗ് ബോസിൽ കാണിച്ചതൊക്കെ കള്ളമായിരുന്നു. അപ്പോൾ എല്ലാം കള്ളമാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കിച്ചുവേ സങ്കടം വരുമ്പം ആ വിളി, അതായത് ഒരു സ്ത്രീ തകർന്നങ്ങട് ഒറ്റപ്പെട്ട്, അതായത് ബാക്കി 10-18 പേരുടെ ഇടയിൽ തികച്ചും ഒറ്റപ്പെട്ടൊരു സ്ഥാനത്ത് പുള്ളിക്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നും അറിഞ്ഞുകൊണ്ടുള്ളൊരു വിളിയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നീട് ഈ പറയുന്നത് പോലെ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്തെങ്കിലും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്, അന്ന് നിലവിളിച്ച് സ്വന്തം മോനെ വിളിച്ച് കരയുന്നത് പോലെ ആയിരുന്നല്ലോ കരഞ്ഞു, പിന്നെ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ആ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു സംശയത്തിന് അങ്ങോട്ട് തിരശ്ശീല വീണ്ടിരിക്കുകയാണ്. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല. അപ്പോൾ രേണുസുധി ആണെങ്കിലും വീണ എന്ന് പറഞ്ഞാൽ സുധി കൊല്ലത്തിൻ്റെ 2ാമത്തെ ഭാര്യ രേണുസുധി ബിഗ് ബോസിൽ പോകുന്നതിന് 1 മാസം മുന്നേ മീഡിയയിലൂടെ ഒക്കെ വന്ന് ഭയങ്കര ചാട്ടവും വർത്താനവും ഒക്കെ ആയിരുന്നു. എനിക്ക് ആ കുഞ്ഞിനെ ഭയങ്കര സ്നേഹമാണ്, ഞാൻ ഭയങ്കര എക്സലൻ്റ് ആയിരുന്നു, ഞാൻ പതിവ്രതയായിരുന്നു, സുധിയുടെ കുറ്റം കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ സുധിയുടെ മകൻ കഴിഞ്ഞ ദിവസം അവൻ്റെ കുറച്ച് കാര്യങ്ങൾ, അവൻ്റെ ലൈഫ് സ്റ്റോറി മുഴുവൻ അവന് പറയാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ബിക്കോസ് അവൻ്റെ വ്യക്തിത്വം അത്രയേറെ മാറി മറിഞ്ഞു. അവൻ അനുഭവിച്ച വേദനകളൊന്നും ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അതായത് അവൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും ആരോടും അവന് തുറന്ന് പറയാൻ പറ്റാത്ത അത്ര ലോക്ക്ഡ് ആയിപ്പോയി. ഇമോഷൻസ് എല്ലാം ലോക്ക്ഡ് ആയിപ്പോയി. ഇൻ ഫ്യൂച്ചർ അവൻ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ അവനൊരു പങ്കാളി ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ ഒരു സ്നേഹത്തിൻ്റെയും ഫ്രീഡത്തിൻ്റെയും ഒക്കെ പുറത്ത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മൊത്തത്തിൽ അവൻ്റെ ഇമോഷൻസ് ആരോടും പറയാനോ ഒന്ന് ഉറക്കെ കരയാനോ ഒന്നും അവന് പറ്റുമെന്ന് തോന്നില്ല. അത്രയേറെ ആ വ്യക്തിത്വത്തെ 2-3 സ്ത്രീകൾ ചേർന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ചേർന്ന് തകർത്ത് കളഞ്ഞു. ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വം കംപ്ലീറ്റ്ലി, അവൻ കൊള്ളില്ലാത്ത സ്വഭാവം എന്നല്ല പറയുന്നത്, അവൻ ആരോടും അവൻ്റെ സങ്കടങ്ങളെ തുറന്നു പറയാൻ പറ്റുന്നില്ല. അവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് അവനിങ്ങനെ അന്തർമുഖൻ, അതായത് അവൻ ഒരു റൂമിലേക്ക് ഉൾവലിഞ്ഞു പോയി. അവൻ ഏതോ ഒരു സീക്വൻസിൽ പറയുന്നുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അതുമായിട്ട് അവൻ റൂമിൽ തന്നെയായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ സ്നേഹം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, പിന്നീട് മാറ്റി നിർത്തലായിരുന്നു എന്ന്. ഈ രേണുസുധി ഈ കിച്ചുവേ എന്ന് വിളിക്കുന്ന ഈ ഒരു നാടകം ഇനി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഒരു കാര്യങ്ങളിലും ഞാൻ അവരെ ജഡ്ജ് ചെയ്യുന്നില്ല, കാരണം അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, വൈധവ്യം, വിധവ എന്ന് പറയുന്ന പണ്ടത്തെ രാജാൻ റാം മോഹൻ റോയ് വരുന്നതിന് മുന്നുള്ള സ്ത്രീകളെ പോലെ ഒരു റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുക, ചിതയിൽ ചാടുക എന്നുള്ളതൊന്നും അല്ല എന്നുള്ളത് അവർ പൂർണ്ണമായും തെളിയിച്ചു. പക്ഷേ ചില ബൗണ്ടറീസ് ഉണ്ട്, നമ്മൾ ആ ബൗണ്ടറീസ് ഒന്നും വെക്കാൻ പാടില്ല. എങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചില
അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് കാണിക്കുന്നുണ്ട്, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ കിച്ചുവേ കിച്ചുവേ എന്നുള്ള വിളിയും എൻ്റെ കിച്ചു എന്നുള്ള പോസ്റ്റുകളും ഒന്ന് അവസാനിപ്പിക്കണം. ആ കുട്ടിയുടെ ജീവിതം ഇത്രത്തോളം ആക്കിയതും അവൻ്റെ വ്യക്തിത്വം ഇത്രത്തോളം അടിച്ചു തകർത്തതിൻ്റെ ഒരു പങ്ക് രേണുവിനും കുടുംബത്തിനും തന്നെയാണെന്ന് അവൻ ഇന്നലെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. കാരണം മറ്റൊരിടത്ത് അവൻ പറയുന്നുണ്ട്, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ ജോലിക്ക് പോയി. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് എത്ര പ്രായമുണ്ടായിരുന്നു? അവൻ ടീനേജറാണല്ലേ. അവനൊരു കൂട്ടുകാരൻ്റെ ഒപ്പം ജോലിക്ക് പോയി എന്നാണ് പറഞ്ഞത്. ജോലിക്ക് പോകണമെന്ന് പുറകിൽ നിന്ന് നിർബന്ധമുണ്ടായിട്ടുണ്ടാകാം അല്ലേ. അതുപോലെ അച്ഛൻ്റെ വീട്ടുകാരുടെ ഒപ്പം പോയി ജീവിക്കാൻ ഇവർ സമ്മതിച്ചതുമില്ല. പിന്നെ മറ്റൊരിടത്ത് പറയുന്നു, അച്ഛൻ്റെ ഒപ്പം പ്രോഗ്രാമിന് അച്ഛൻ കൊണ്ടുപോകുന്നത് പോലും രേണുസുധിക്കും കുടുംബത്തിനും ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ഫാമിലിയിൽ അവരുടെ കൂടെ നിർത്തിയിട്ട് പോകാതിരുന്നത്? ഭയങ്കര സ്നേഹമാണ് രേണുസുധിയെ, വാവാ കുഞ്ഞാവാ, എന്നെ എല്ലാവരെക്കാളും ഇഷ്ടമാണ് സുധിയേട്ടന് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ സ്വന്തം കുഞ്ഞിനെ നിങ്ങളുടെ ഒപ്പം നിർത്തിയിട്ട് പോകാൻ അദ്ദേഹം മടിച്ചിട്ട് പ്രോഗ്രാമിനൊക്കെ ഈ മകനെയും കൂട്ടിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. മകൻ ഒരിക്കലും പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അവൻ ഇന്നൊരു സ്റ്റേജിൽ കയറി സുധിയുടെ ഒപ്പം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഈ സ്റ്റാർ മാജിക്കിൽ വല്ലതും വന്നു എങ്കിലേ ഉള്ളൂ, അല്ലാതെ പ്രൊഫഷണലായിട്ട് അവനിങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടതില്ല. അപ്പോൾ പുള്ളിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് ആ കുടുംബത്തിലൂടെ, രേണുസുധിയുടെ കുടുംബത്തിലൂടെ. തൻ്റെ മകനെ പൂർണ്ണമായി അവർ സ്നേഹിക്കുമോ പ്രൊട്ടക്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വളരെയേറെ ആകുലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ പേരിൽ രേണുസുധി ഒരുപാട് വഴക്കുണ്ടാക്കിയിരുന്നു ഈ മകനെ കിച്ചുവിനെ കൊണ്ട് പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ പേരിൽ. അതേസമയം ഈ രേണുസുധി ഈ മകനെ അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയോട് വിടാനും വിസമ്മതിച്ചു. അതായത് ഇവനെ ആ റൂമിൽ തന്നെ ഇരുത്തണം, അവൻ അച്ഛനോടും മിണ്ടാൻ പാടില്ല. എന്നിട്ട് ഇവൻ പലയിടത്തും പറയാതെ പറയുന്നത്, നമ്മൾ വ്യക്തമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കണം. പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്നൊക്കെയാണ് ഈ അച്ഛനും മകനും മനസ്സ് തുറക്കുന്നത്. അവൻ പറയുന്നുണ്ട്, കോട്ടയത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് സംസാരിക്കും, അവനും സംസാരിക്കും. അല്ലാതെ ഈ അച്ഛനും മകനും തമ്മിൽ സംസാരിക്കാൻ പോലും സുധിയും അവളുടെ ഫാമിലിയും സമ്മതിച്ചിരുന്നില്ല. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ്. അതായത് ഓരോ കുഴിയിൽ നിന്നും പടുകുഴികളിലേക്ക് വീണുകൊണ്ടിരുന്ന കൊല്ലം സുധിയുടെ ജീവിതമാണ് കിച്ചു കഴിഞ്ഞ ദിവസം അവൻ്റെ വീഡിയോയിലൂടെ കുറച്ചെങ്കിലും നമുക്ക് കാണിച്ചു തന്നത്. അത് കാരണം അവൻ്റെ ജീവിതം, അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എവിടെയൊക്കെയോ വെച്ചങ്ങ് സ്റ്റോപ്പായി പോയി. മനസ്സിലായില്ലേ? അവനുള്ളിൽ നിറച്ച് ആകുലതകളും ഇൻസെക്യൂരിറ്റീസുമാണ്. പക്ഷെ അതൊന്നും അവന് ആരോട് പറയാനും പറ്റുന്നില്ല. ആരോട് ഈവൻ ഒരു കൗൺസിലറിനോടാണെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനോടാണെങ്കിലും അവന് സംസാരിക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി തുറന്ന് പറയണ്ടേ. പക്ഷേ അതുപോലും പറ്റാത്ത രീതിയിൽ എവിടേക്കോ ഈ ലോകത്ത് അവനെ ലോക്ക്ഡ് ആക്കിയതിൽ പ്രധാന പങ്ക് രേണുസുധിക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടാണ് രേണുസുധിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്. ബിക്കോസ് ഒരു മകൻ, ഒരു പയ്യൻ അല്ലേ, അവൻ്റെ ഈ ഒരു ഏജിൽ അവൻ്റെ കൂട്ടുകാരൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്ത് അവനും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ എവിടെയോ അങ്ങ് പൊട്ടിക്കിട്ടിപ്പോയി. അവൻ ആരും ഇല്ലാത്തതുപോലെ അവൻ അതിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ ചോദിക്കുകയാണ്, ഇനി എൻ്റെ ലൈഫ് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ആ രീതിയിൽ അങ്ങ് പൊക്കോട്ടെ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ടോക്സിക് ആയിട്ടുള്ളൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ സുധിയേട്ടൻ ആ സുധിയുടെ പേര് വെച്ചും അതുപോലെ എൻ്റെ കിച്ചു അതായത് രണ്ടാനമ്മ എത്രയൊക്കെ ആയാലും പെറ്റമ്മയെ പോലെ ആകില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു രേണുസുധിയുടെ നാടകം എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ രേണുസുധി നിങ്ങൾ അവിടെയും തോറ്റുപോയി. അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആ കുടുംബജീവിതത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് അവനെ വെറുതെ വിടുക. അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എന്തിനാണ് നിങ്ങളുടെ മീഡിയ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അവൻ്റെ പേരുകൾ എന്തിന് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കൊരു മകനുണ്ടല്ലോ, അവൻ്റെ പേരുകൾ യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ കുട്ടിക്കും നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ പോലും വളരെ ദാരുണമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അവൻ എവിടെയൊക്കെയോ ലോക്ക്ഡായി പോയി. അവൻ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരും എന്നൊന്നും അറിയത്തില്ല. വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ വരും, അവൻ ഈസിയായിട്ട് പുറത്തു വരും. അങ്ങനെയല്ല, പ്രതീക്ഷകളായിരുന്നു. അതായത് പറിച്ചു നടലാണ്. ഇത് നിൻ്റെ അമ്മ. അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലായിടത്തും നിന്ന് മാറ്റി നിർത്തലായിരുന്നു. സ്വന്തം അച്ഛനോട് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രണ്ടാനമ്മമാർ കൊടുത്ത ആ ഒരു ടോക്സിസിറ്റി, അതിൻ്റെ ഒരു വിക്ടിമായിട്ട് അവൻ ഇന്നും നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ഇന്നലെ അവൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഞാൻ ഇന്നലെയാണ് ആ വീഡിയോ കണ്ടത് കേട്ടോ, തിരക്കായിരുന്നു. ശരിക്കും സങ്കടമുണ്ട്. രേണുസുധിയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, കുടുംബക്കാരെ വലിച്ചിട്ട്, കുടുംബക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെയോ അമ്മയോ ചേച്ചിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. പക്ഷേ ഈ പയ്യൻ ഇപ്പോൾ നിങ്ങളുടെ ആരുമല്ല, നിങ്ങളുടെ ഭർത്താവിൻ്റെ മകനാണ്.
പക്ഷെ ഭർത്താവ് ഇന്ന് ഭൂമിക്ക് മുകളിൽ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ മകൻ നിങ്ങളുടെ ആരുമല്ല. ആ ഒരു കിച്ചു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആരുമല്ല. അവനെ വെറുതെ വിടുക അല്ലേ. ഇനി അവൻ്റെ പേര് വലിച്ചിട്ട് എൻ്റെ കിച്ചുവേ എന്നും പറഞ്ഞ് ഇനിയിപ്പം ബിഗ് ബോസിൻ്റെ വേറെ എന്തോ അൾട്ടിമേറ്റ് എന്നൊക്കെ വരാൻ പോകുന്നു തോന്നുന്നു. അതിനകത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചുവേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് രണ്ടാനമ്മയായ രേണുസുതി ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ മകനെ അവർ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചല്ലോ എന്ന്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിച്ചു അവൻ്റെ യൂട്യൂബ് ചാനലിലിട്ട് അമ്മയ്ക്ക് ഒപ്പം ഒരു ദിവസം മറ്റോ പറയുന്ന ഒരു വീഡിയോയിൽ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സെലിബ്രിറ്റി ഒരു ചെക്കൻ്റെ ഒപ്പം വന്ന് നിൽക്കുമ്പോൾ, അതായത് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രേണുസുതി, അതാണ് റിയാലിറ്റി. എനിക്ക് അന്ന് റിയാക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. പക്ഷേ കഴിഞ്ഞ ദിവസം അവൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സങ്കടം തോന്നി. നിങ്ങളുടെ മകനല്ല എന്ന് നിങ്ങൾ നേരത്തെ കാലേ കൂട്ടി അത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാനമ്മയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം ഞങ്ങൾക്കത് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അവനെ ഇനിയും അവൻ്റെ പേരുകൾ വലിച്ചിഴയ്ക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എക്സ്പ്ലോർ ചെയ്തു, അത്രയല്ലേ പറയാറുള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതം ഇത്രയേറെ കീഴ്മേൽ മറിച്ചതിനും തകിടം മറിച്ചതിനും പിന്നിലുള്ള കരാളഹസ്തങ്ങളിൽ ഏറ്റവും വലിയ കരാളഹസ്തം നിങ്ങളുടെയാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. തിരിച്ചറിഞ്ഞ ഇത്ര നാളൊരു സംശയം അങ്ങോട്ട് മാറിക്കിട്ടും. ഒപ്പം ആ പഴഞ്ചൊല്ല് കറക്റ്റാണെന്ന് ഓർക്കുകയാണ്, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകാൻ സാധിക്കില്ല.